Hello guys, welcome back to the video. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 10,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ ഒരുപാട് പേര് നോക്കുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ച് ആയിരിക്കും ഈ ഒരു 10,000 rupees ബഡ്ജറ്റ് റേഞ്ച്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സൈഡിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാമും ആരെങ്കിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെതാണ്, ഇൻഫിനിക്സ് നോട്ട് 50X. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലും കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7300 Ultimate എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ ഈ ഒരു 10K ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAhന്റെ ഒരു ബാറ്ററിയാണ് കിട്ടുന്നത്. 45 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 115 വരുന്നത്. പിന്നെ IP64ന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലും കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫിനിക്സ് നോട്ട് 50X പരിഗണിക്കാവുന്നതാണ്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 6+128GB ROM വേരിയൻറ്റ് 11,499 രൂപയ്ക്കാണ് വരുന്നത്. സോ 10,000 rupees നിന്ന് കുറച്ചൊന്ന് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, വിവോ T4 Lite. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും ഒരു കിടിലം ബാറ്ററി കപ്പാസിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വിവോ T4 Lite പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ കിട്ടുന്നുള്ളൂ. പിന്നെ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ MediaTek Dimensity 7300 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്തും 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1080p 30 FPS വരെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. 4K വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻഫിനിക്സ് നോട്ട് 50X അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോണൊക്കെ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAhന്റെ ബാറ്ററിയാണ്. 15 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 115 വരുന്നത്. IP64 സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ, LPDDR4X UFS 2.2 ആണ് വരുന്നത്. സോ ഈ സാധനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 4+128GB ROM വേരിയൻറ്റ് 10,650 രൂപയ്ക്കാണ് വരുന്നത്. സോ 10,000 rupees ഒരു വിവോയുടെ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു നല്ല ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിലും ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ M6+. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസിൽ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റി, അങ്ങനെയൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പോക്കോ M6+ഉം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 ഹെർട്സിൻ്റെ Full HD+ IPS LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. 515 nits ബ്രൈറ്റ്നസ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 4 Gen 2 ആണ്. ഈ ഒരു 10K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്തും 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് 1080p വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5030 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+128GB ROM വേരിയൻറ്റ് 14,499 രൂപയ്ക്കാണ് വരുന്നത്. സോ 10K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ G35. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 ഹെർട്സിൻ്റെ Full HD+ LTPS LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിസോക് T760 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 114 വരുന്നത്. സോ അത് കുഴപ്പമില്ലെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോട്ടോ G35 പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 4+128GB ROM വേരിയൻറ്റ് 10,444 രൂപയ്ക്കാണ് വരുന്നത്.
പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂട്ടിയിട്ട് നമ്മുടെ സാംസങ്ങിൻ്റെ F16 ഒക്കെ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അവിടെയും ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേയിലാണ് വരുന്നത്. സോ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഐക്യൂൻ്റെതാണ്. iQOO Z9X അല്ലെങ്കിൽ Vivo T3X, രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120Hz ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 2 MP ഒരു ഡെപ്തും 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 44 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 114 വരുന്നത്. സോ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസും ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കൂടെ തന്നെ ഒരു കിടിലം ബാറ്ററി കപ്പാസിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 6+128GB റോം വേരിയൻറ്റ് 13,480 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 12,132 രൂപയ്ക്കൊക്കെ വാങ്ങാവുന്നതാണ്. സോ കുറച്ചും കൂടെ ഒന്ന് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫോൺസ് ഒക്കെ പരിഗണിക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് 10,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തപ്പോൾ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളിലൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.